ലിൻഡ, ഞാൻ മാള കൂടൂരിൽ നിന്നും വരുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്ത ആളാണ്. എൻ്റെ ഹസ്ബൻഡിന് ഒരു പനി വന്നു മെയ് മാസം 8-ാം തീയതി. ഞങ്ങളുടെ അടുത്ത ഹോസ്പിറ്റലിൽ കാണിച്ചു. 2 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. വൈകിട്ടായപ്പോഴേക്കും ആൾക്ക് പനി കൂടുതലായി, അബോധാവസ്ഥയിലായി. അവർ അടുത്തുള്ള വലിയ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ നിന്ന് വലിയ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ആൾ അൺകോൺഷ്യസ് ആയിരുന്നു. അവർ നേരിട്ട് മെഡിക്കൽ ICUവിൽ കയറ്റി. 2 ദിവസം മെഡിക്കൽ ICUവിൽ അഡ്മിറ്റായിരുന്നു. 3-ാം ദിവസം അവർ നമ്മളെ വിളിച്ചു പറഞ്ഞു, നമുക്കൊന്നും രോഗകാരണമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത് ടെസ്റ്റിന് അയക്കണം, MRI എടുക്കണം, പക്ഷേ ആൾ റെസ്റ്റ്ലെസ് ആണ്, ഒട്ടും സഹകരിക്കുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ക്രിട്ടിക്കൽ ICUവിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് മെഡിക്കൽ ICUവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഞാൻ കരഞ്ഞു. അപ്പോൾ അവിടെ ICUവിൻ്റെ പുറത്ത് എല്ലാ ചെയറുകളിൽ ആളുകൾ ഇരിക്കുകയായിരുന്നു. ആരോ എനിക്ക് എഴുന്നേറ്റ് മാറി തന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു ഒരു നിമിഷം. അപ്പോൾ അച്ഛൻ്റെ ടോക്ക് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു, കരയാൻ എല്ലാവർക്കും സാധിക്കും, കരഞ്ഞത് കൊണ്ട് കാര്യമില്ല, നന്നായി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് ധൈര്യം വരുന്നില്ല. ഞാൻ എൻ്റെ 2 കൈകളും ഉയർത്തി ഉറക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന് എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു, എന്താ ഈ കുട്ടി ഇങ്ങനെ ഇരുന്ന് കാണിക്കണേന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എൻ്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അവർ ക്രിട്ടിക്കൽ ICUവിലേക്ക് മാറ്റി. ഷാജുവിനെ ക്രിട്ടിക്കൽ ICUവിലേക്ക് മാറ്റുകയാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അളിയനും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവർ പെട്ടെന്ന് ലിഫ്റ്റിലേക്ക് കയറ്റി. ലിഫ്റ്റിൽ കയറാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അപ്പോഴേക്കും വെൻറ്റിലേഷനോട് കൂടിയാണ് ആളെ ക്രിട്ടിക്കൽ ICUവിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്ക് കയറാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നോട് പറഞ്ഞു, ചേച്ചി പെട്ടെന്ന് തന്നെ ഈ മുകളിലെ കോണിപ്പടി കയറി മുകളിലേക്ക് ചെല്ല്, അവിടെയാണ് ക്രിട്ടിക്കൽ ICU എന്ന് പറഞ്ഞു. മാതാവിൻ്റെ ഉടമ്പടിത്തായാലും കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ ഓടി കോണി കയറി മുകളിലേക്ക് ചെന്നപ്പോൾ ക്രിട്ടിക്കൽ ICU കണ്ടു. ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് ഉടമ്പടിത്തായാലും അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഏശയ്യാ 45:2 പറയുന്നത് പോലെ, ഞാൻ നിനക്ക് മുന്നേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും വാതിലോടാമ്പുകൾ ഒടിക്കുകയും ചെയ്യുമെന്ന വചനത്തിൽ ഉറക്കെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവേ, എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ എൻ്റെ പേര് വിളിച്ച് പുറത്തേക്ക് വരാനുള്ള അനുഗ്രഹം നീ എനിക്ക് തരണം എന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും ലിഫ്റ്റിൽ നിന്ന് പേഷ്യൻറ്റിനെയും കൊണ്ടുവന്നു. അവർ ക്രിട്ടിക്കൽ ICUവിലേക്ക് കയറ്റി. ഞാൻ ഉടമ്പടി കാശുരൂപവും തൈലവും അവിടുത്തെ സിസ്റ്ററിനെ ഏൽപ്പിച്ചു. പിറ്റേ ദിവസം കാലത്ത് എൻ്റെ അനിയത്തിയും ചേച്ചിയും ഉടമ്പടിയിലുള്ള ആൾക്കാരായിരുന്നത് കൊണ്ട് അവർക്ക് പിറ്റേ ദിവസം കാലത്ത് കൃപാസനത്തിൽ വരുവാനും അച്ഛനെ കണ്ടു ഫോട്ടോ കാണിച്ച് പ്രാർത്ഥിക്കാനും സാധിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ച് കുരിശിൻ്റെ അവിടെ കൊണ്ടുപോയി ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അൺകോൺഷ്യസ് ആയിരുന്ന ആൾ ഓർമ്മ വന്നു എന്ന് ഡോക്ടർ വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ ICUവിലേക്ക് കടത്തി. അവരുടെ ഡ്രസ്സൊക്കെ ഇട്ടാണ് എനിക്ക് കടത്തിയതെങ്കിലും ഞാൻ ചോദിച്ചു, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ നീ ലിൻഡയല്ലേ എന്ന് ചോദിച്ചു. എങ്ങനെയാണ് നമ്മളിവിടെ എത്തിയെന്ന് ചോദിച്ചു. മക്കളൊക്കെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഓക്സിജൻ ന്യൂമോണിയ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. ഓക്സിജൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫീഡ് കൊടുക്കാൻ ഭക്ഷണമൊന്നും വായിൽ കൂടി കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. കുർബാനയ്ക്ക് എല്ലാ ദിവസവും ഞാൻ അവിടെ പള്ളിയിൽ പോകുമായിരുന്നു. ധാരാളം വിശ്വാസ പ്രമാണം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. MRI സ്കാൻ എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അടുത്ത ആരാധനാലയത്തിൽ പോയി MRI സ്കാൻ്റെ സമയം മുഴുവനും ഞാൻ എൻ്റെ ചേച്ചി സിസ്റ്ററാണ്, ഞാനും ചേച്ചിയും കൂടി MRIന് കൊണ്ടുപോയ സമയം മുഴുവൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. വിചാരിച്ചതിലും പെട്ടെന്ന് MRI സ്കാൻ എടുക്കാൻ സാധിച്ചു. അതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. എന്നാലും ന്യൂമോണിയയുടെ തുടക്കമുള്ളതുകൊണ്ട് വായിൽ കൂടി ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴേക്കും എൻ്റെ കുർബാനയുടെ സമയത്ത് ഞാൻ ഈശോ വിളി എനിക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ ഈശോയെ വായിൽ വെച്ച് സ്വീകരിച്ചു. തിരിച്ചു വന്ന് മുട്ടൂത്തി പ്രാർത്ഥിച്ചപ്പോഴേക്കും എൻ്റെ ഫോൺ റിങ് ചെയ്തു. ICUവിൽ നിന്ന് വിളി വന്നു. ഹസ്ബൻഡിന് ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞു, ബ്രഷും പേസ്റ്റും കൊണ്ടുവരാൻ പറഞ്ഞു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പൂർണ്ണ സൗഖ്യം നൽകി മാതാവും തിരുക്കുമാരനും എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു.
പിന്നെ എനിക്ക് 19 ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് പ്രഷർ കൂടിയിട്ട് എനിക്ക് തലയ്ക്ക് മരവിപ്പും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് ഒരു 2ാം പ്രാവശ്യം പുതുക്കലിന് വന്നപ്പോഴേക്കും എനിക്ക് അത് പൂർണ്ണമായിട്ട് സൗഖ്യം തന്നിരുന്നു. 3ാമതായിട്ട് എൻ്റെ ചേച്ചിയുടെ മകൾ നഴ്സിങ്ങിന് ചേർന്നു. അവൾ മലയാളം മീഡിയം ആയതുകൊണ്ട് അവൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾ പറഞ്ഞു ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച ആളാണ്. പക്ഷെ ഞങ്ങളെല്ലാവരും ധൈര്യം കൊടുത്തു. മാതാവ് ഉണ്ട് നിൻ്റെ കൂടെ, നിനക്ക് നന്നായി പഠിക്കാൻ പറ്റും, ജയിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ വിശ്വാസം നൽകി. അവൾ മാതാവിൻ്റെ പത്രം കൊണ്ടുപോകലും തൈലവും ഉടമ്പടി കാശുരൂപം കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. 3 ഇയറും അവൾ നന്നായി പഠിക്കാനും നല്ല മാർക്ക് മേടിക്കാനും സാധിച്ചു. മിടുക്കിയായി വിജയിച്ചു. ഈ 3 സാക്ഷ്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ വെന്റിലേഷനിൽ എൻ്റെ ഹസ്ബൻഡ് കിടന്നപ്പോഴുള്ള ഫോട്ടോ ആണ് ഇത്. ഇപ്പോൾ ഈ നിൽക്കുന്ന ആളാണ് ഈ കിടക്കുന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.